ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ രാവിലെ തന്നെ നല്ല ചൂടുള്ള ഇഡ്ഡലിയും ചട്നിക്ക് കഴിച്ചിട്ട് പാലക്കാട് ചാത്തന്നൂർക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാത്തന്നൂർ സ്കൂളിൽ വെച്ചിട്ടാണ് നമ്മുടെ പാലക്കാട് ജില്ലാ സ്കൂൾസിന്റെ അത്ലറ്റിക് മീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ തന്നെ നമ്മളിവിടെ എത്തി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് വരുന്നത് കേട്ടോ. അടിപൊളി സിന്തറ്റിക് ട്രാക്കാണ് കേട്ടോ. കയറി ചെന്ന് പറഞ്ഞാൽ തന്നെ ആദ്യം തന്നെ കായിക അധ്യാപകരുടെ സമരമാണ് കണ്ടത് കേട്ടോ. അതിൽ നമ്മൾ കുറച്ചു നേരം അങ്ങനെ പങ്കാളികളായിട്ടോ. ഫസ്റ്റ് ഡേ ട്രാക്കിൽ കാര്യമായിട്ട് റിലേ, അതുപോലെ 800, അതുപോലെ തന്നെ ജാവലിൻ, ഡിസ്ക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും പെർഫോമൻസ് കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നിട്ടോ. ഈ ഓടുന്നത് നമ്മുടെ റിലേ ടീമാണ്. നമ്മുടെ റിലേ ടീമിന് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള UP സ്കൂളിൽ പോയിട്ടോ. അവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂടെ നമുക്ക് ചിക്കനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ഹെവി ഫുഡായിരുന്നു. ഭക്ഷണമൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വീണ്ടും രണ്ടാമത്തെ ദിവസം നമ്മൾ വന്നത് ബസ്സിലാണ് കേട്ടോ. ഇന്ന് ബസ് വന്ന് നേരെ ഇറങ്ങിയത് ചാത്തന്നൂർ ടൗണിലാണ് കേട്ടോ. ചാത്തന്നൂരിൽ നിന്ന് നേരെ കുറച്ചാണ് നടന്നു കഴിഞ്ഞാലും ചാത്തന്നൂർ സ്കൂൾ കേട്ടോ. അപ്പോൾ നേരെ വന്ന ഉടനെ തന്നെ നമ്മൾ ആദ്യം കാണും കുറച്ച് ലോങ് ജമ്പ് ഇവൻറ്റ്സ്, അതുപോലത്തെ വേറെ കുറച്ച് ട്രാക്ക് ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നത്. കൂടെ ട്രോഫികളെല്ലാം വെച്ചിട്ടുണ്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ട്രോഫീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയായപ്പോൾ നിസാർ മാഷിൻ്റെ കൂപ്പൺ വാങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എഗ്ഗാണ് കേട്ടോ. ബോയിൽഡ് എഗ്ഗ് കിട്ടിയിരുന്നു. ഇന്നത്തെ മെയിൻ ഐറ്റംസ് എന്താ വെച്ചാൽ 100 മീറ്റേഴ്സിന്റെ എല്ലാം ഫൈനൽസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 മീറ്റേഴ്സ് എല്ലാം ഒരു ഫോട്ടോ ഫിനിഷ് പോലെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. 100 മീറ്ററിൽ കൂടി സെലിബ്രേഷൻ ഫിനിഷ് ചെയ്യുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിട്ടോ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ വേറെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ബസ്സിൻ്റെ ഒരു സമരം കാരണം ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടോ. ഓട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കൂട്ടുപാത വരെ എത്തിയത്. എന്തായാലും നേരെ വീട്ടിലെത്തിയതിനു ശേഷം നല്ല വിശന്നിരുന്നു നേരെ നമ്മുടെ നാട്ടിലത്തെ ഗാർഡൻ കഫേ പോയി നല്ലൊരു പ്ലേറ്റ് ഷവർമ കഴിച്ചു.